ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ചോദിക്കുകയുണ്ടായി, എനിക്ക് വരയ്ക്കാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷെ എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഭയങ്കര ഇഷ്ടത്തിൽ എല്ലാവർക്കും ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വരച്ചു. ആ സമയത്ത് എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റി. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചതോടുകൂടി ഞാനത് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു വരക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ഇല്ലാതെയാക്കി. അപ്പോൾ എനിക്ക് വരക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് കുറ്റക്കാർ? നാം ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിൽ നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വരക്കുമെന്നും എത്ര പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാലും വീണ്ടും നമ്മൾ വരച്ച് അത് ശരിയാക്കുക എങ്ങനെ എന്ന് പഠിക്കുന്നതിന് പകരം നമ്മളത് ചെയ്യാതിരുന്നിട്ട് അയാൾ എന്നെ പറഞ്ഞു, അയാൾ അല്ലെങ്കിൽ നന്നായില്ല എന്ന് പറഞ്ഞു എന്നതിന് ഒരവസരമായി എടുത്തുകൊണ്ട് അത് ചെയ്യാതിരിക്കുകയും എന്നിട്ട് അയാൾ ഞാൻ ചെയ്യുന്ന കാര്യത്തെ ഇല്ലാതെയാക്കിയെന്ന് കുറ്റപ്പെടുത്തി സമാധാനിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ആൾറെഡി അയാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ വരച്ചപ്പോൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയോ പ്രാവശ്യം വരച്ചുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്ത് നമ്മുടെ വരയെ നമുക്ക് വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് നമുക്ക് വളരെ ഈസിയായി കൊണ്ടുപോകാൻ കഴിയും. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചിട്ടില്ലല്ലോ എല്ലാവരും ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, അത് അപ്ലൈ ചെയ്ത് നമ്മൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും എൻജോയ് ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെ ആശ്വാസത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ കഴിയാം. നമ്മളെല്ലാവരും വീണിട്ടാണല്ലോ നടന്നത്, അല്ലാതെ നടന്ന് ക്ലിയർ ആയതിന് ശേഷമല്ലല്ലോ നമ്മൾ പൂർണ്ണമായും നല്ല രീതിയിൽ നടക്കാൻ നമ്മൾ ശീലിച്ചത്. അന്ന് വീണ സമയത്ത് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ വീണു ഇനി നടക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു എങ്കിൽ ഇപ്പോഴും നമ്മൾ ഇഴയുകയായിരിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള വാസനകളെ നമ്മൾ കണ്ടെത്തി അതിനുവേണ്ടി ഒരു നിശ്ചിത സമയം മാറ്റിവെച്ച് ആ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഹീലർ മുലൈക്കാൻ, സ്മൈൽ ഹീലിംഗ് സെൻറ്റർ. താങ്ക് യു സോ മച്ച്.